ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്ന പുസ്തകത്തിലെ ഫസ്റ്റ് യൂണിറ്റായ ഒറിജിൻ ഓഫ് സൈക്കോളജി എന്ന പാഠഭാഗത്തിലെ ഏതാനും ചില ഭാഗങ്ങൾ ക്ലാസ് എടുക്കേണ്ടായി. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ BA സൈക്കോളജി എടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തുടർന്നുള്ള ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. അതുപോലെ ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ് ആവശ്യമുള്ള ആളുകൾ എൻ്റെ ഒരു ടെലിഗ്രാം ചാനലുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ആ ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ട്സ് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, അത് സയൻസ് ഓഫ് ബിഹേവിയർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യം ഈ ബിഹേവിയർ എന്താണ് എന്ന് പറയാം. ഇപ്പോൾ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവികളോ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത്. പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ബോഡിലി ആക്ഷൻസ് മാത്രമല്ല, നമ്മുടെ മെൻ്റൽ പ്രോസസ്സ്, അതുപോലെ കോഗ്നിറ്റീവ് പ്രോസസ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. ഇതിൽ ചില കാര്യങ്ങൾ നമുക്ക് ഡയറക്റ്റായിട്ട് അളക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്, ചിലത് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് അളക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളുടെ ഫീലിംഗ്, അത് നമുക്ക് അയാൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ അയാൾ ഏത് രൂപത്തിലാണ് പ്രതികരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയാൽ അയാളുടെ ഇമോഷൻസ് എന്തൊക്കെയാണ്, ഫീലിങ്സ് എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് ഈ ബിഹേവിയറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രത്യേകതകളാണ് ബിഹേവിയേഴ്സിനുള്ളത്. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഈ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നതാണ്. അതായത് നമ്മുടെ ശരീരഘടന, നമ്മുടെ എബിലിറ്റി, നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ, നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലി, നമ്മുടെ കൾച്ചേഴ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് നമ്മുടെ എക്സ്പീരിയൻസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം, ബിഹേവിയർ പലതരത്തിലുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ഇങ്ങനെ വിളിക്കുകയാണ്, ഇതൊരു ബിഹേവിയറാണ്. അല്ലെങ്കിൽ പിന്നെ ഉദാഹരണത്തിന് ഈ ഒരു പേന ഇങ്ങനെ എടുക്കുകയാണ്, ഇതും ഒരു ബിഹേവിയറാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഞാനൊരു സൈക്കിൾ ചവിട്ടാണ്. അപ്പോൾ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, ഒരുപാട് പ്രയാസപ്പെട്ടുകൊണ്ട് ഞാനത് ചെയ്യും. പിന്നെ എനിക്ക് എക്സ്പീരിയൻസ് ആയതിനു ശേഷം പിന്നീട് ഞാനത് ചെയ്യുമ്പോൾ എനിക്ക് വളരെ സുഖമായിട്ട് തോന്നും. അപ്പോൾ അതും ഒരു ബിഹേവിയറാണ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ കുറച്ചുകൂടി ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വലിയൊരു മല കയറാണ്, ഇതും ഒരു ബിഹേവിയറാണ്. അപ്പോൾ പറയുന്നത് ബിഹേവിയർ അത് സിമ്പിളായിട്ടുള്ളത് കൊണ്ട് അതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള ബിഹേവിയേഴ്സും ഉണ്ട്. അപ്പോൾ അതിൻ്റെ കോംപ്ലക്സിറ്റിയിൽ വ്യത്യസ്തതയുണ്ട്. ചിലത് സിമ്പിളായിരിക്കും, ചിലത് കുറച്ച് ടഫായിരിക്കും, ചിലത് നല്ല ടഫായിരിക്കും. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ ഈ ബിഹേവിയറിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ വ്യക്തിഗതമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ്സ് അല്ലെങ്കിൽ ബയോളജിക്കൽ നീഡ്സ്. ഇപ്പോൾ നമുക്ക് വിശപ്പ് വരിക അല്ലെങ്കിൽ ദാഹം വരിക, ഇത് നമ്മുടെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ സൈക്കോളജിക്കൽ നീഡ്സ്, ഇപ്പോൾ നമ്മുടെ ഐഡിയാസ്, തോട്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മളുടെ ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ രണ്ടാമത്തെ ഒരു കാര്യമാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ, നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ബിഹേവിയറിൽ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഇപ്പോൾ എൻ്റെ ബിഹേവിയർ ആയിരിക്കൂല ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങളുടെ ബിഹേവിയർ. ഞാൻ എൻ്റെ സാഹചര്യം എന്തൊക്കെയാണ്, എൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ്, എൻ്റെ ഒപ്പമുള്ള ആളുകൾ എന്തൊക്കെയാണ്, അതിനനുസരിച്ചിട്ടാണ് എൻ്റെ ബിഹേവിയർ രൂപപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ചും നിങ്ങളുടെ ഒപ്പമുള്ള എൻവയോൺമെൻറ്റിനൊക്കെ അനുസരിച്ചാണ് നിങ്ങളുടെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഓരോ വ്യക്തികൾക്കനുസരിച്ച് അവരുടെ സാഹചര്യങ്ങളിൽ പെരുമാറുന്ന രീതികൾ വ്യത്യസ്തമാണ്. അതാണ് നാലാമതായിട്ട് പറഞ്ഞത് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഓരോ വ്യക്തികൾക്കനുസരിച്ച് അവരുടെ ബിഹേവിയർ വ്യത്യസ്ത രൂപത്തിലായിരിക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിലും അടുത്ത് പറയുന്നത് ബിഹേവിയറിൽ ചില സിമിലാരിറ്റികൾ കാണാൻ കഴിയുന്നതാണ്. ഉദാഹരണത്തിന് എൻ്റെ കണ്ണിൽ ഒരു പൊടി വീണു, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കണ്ണിങ്ങനെ തിരുമ്പും. അതേപോലെ നിങ്ങളുടെ കണ്ണിൽ പൊടി വീണാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യും, ഇങ്ങനെ കണ്ണിങ്ങനെ തിരുമ്പും. അപ്പോൾ ഈ ബിഹേവിയറിൽ ചില ബിഹേവിയറുകളിലൊക്കെ സിമിലാരിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അടുത്ത് പറയാൻ പോകുന്നത് നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ഈ ബിഹേവിയേഴ്സിനൊക്കെ ഒരു പർപ്പസും അതുപോലെ ഗോളും ഉണ്ട് എന്നതാണ്. അതിന് രണ്ട് രൂപത്തിലുണ്ട്. ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ ഒരു കുട്ടി റൂമിൽ ഇരുന്നിട്ട് പഠിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിക്ക് ദാഹം അനുഭവപ്പെട്ടു. അപ്പോൾ അടുക്കളയിൽ പോയിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം കുടിച്ചു. ഇനി വേറൊരു കുട്ടി റൂമിലിരുന്ന് പഠിക്കുന്ന സമയത്ത് ഭയങ്കര തണുപ്പ് അനുഭവപ്പെട്ടപ്പോൾ ആ തണുപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്വിച്ച് ഇട്ടു. അപ്പോൾ അവനക്ക് അസ്വസ്ഥത ഉണ്ടായിരുന്ന ആ തണുപ്പ് ഒഴിവായിപ്പോയി.
ഇത് രണ്ട് തരത്തിലുള്ള ബിഹേവിയേഴ്സ് ആണ്. ഇതിന് എല്ലാത്തിനും പർപ്പസും ഗോളുമുണ്ട്. അപ്പോൾ ഒന്നാമത് പറഞ്ഞ ഉദാഹരണത്തിൽ ആ കുട്ടിയുടെ ഗോള് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ആ കുട്ടിയുടെ പർപ്പസ് ദാഹം മാറുക എന്നുള്ളതാണ്. രണ്ടാമത് പറഞ്ഞ കാര്യത്തിൽ ആ കുട്ടിയുടെ ഗോള് ഫാനിന്റെ സ്വിച്ച് ഓഫ് ആക്കുക എന്നുള്ളതാണ്. അതുപോലെ അതിന്റെ പർപ്പസ് അവനക്ക് ഡിസ്കംഫർട്ട് ആയിട്ടുള്ള ആ തണുപ്പ് കുറയുക എന്നതാണ്. അപ്പോൾ ഇത് രണ്ടും രണ്ട് രൂപത്തിലുള്ള ബിഹേവിയർ ആണ്. ഒന്നാമത്തേത് അവനക്കൊരു കാര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവൻ ഒരു കാര്യം ചെയ്തു. രണ്ടാമത് പറഞ്ഞതിലോ അവനക്ക് ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കാര്യത്തെ അവൻ ഒഴിവാക്കി. അപ്പൊ ഇതിൽ ഒന്നാമത് പറഞ്ഞതിനെ അപ്രോച്ച് ബിഹേവിയർ അല്ലെങ്കിൽ പോസിറ്റീവ് ഗോൾ ഡയറക്റ്റഡ് എന്ന് പറയും. രണ്ടാമത് ഒരു കാര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു കാര്യം എടുത്ത് ഒഴിവാക്കി, അതിനെ അവോയ്ഡൻസ് ബിഹേവിയർ അല്ലെങ്കിൽ നെഗറ്റീവ് ഗോൾ അവോയ്ഡൻസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും കാര്യം മനസ്സിലാവാത്തതുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി ഞാൻ നൽകുന്നതാണ്. ഇനി അടുത്ത് പറയാൻ പോകുന്നത്, നമുക്ക് നമ്മുടെ ബിഹേവിയറിനെ ഒരു പരിധി വരെ മാറ്റാൻ പറ്റും. ഇപ്പം എൻ്റെ ഒരു സാഹചര്യം അത് മാറിക്കഴിഞ്ഞാൽ എൻ്റെ ബിഹേവിയറിൽ മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് ഒരു പരിധി വരെ മനുഷ്യന്മാരുടെ സ്വഭാവം അത് മാറ്റാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ പറയുന്നിട്ടുണ്ട് ചില ആളുകൾ ആദ്യം നല്ല ആളായിരുന്നു, ഇപ്പൊ ആളുടെ സ്വഭാവം വളരെ മോശമാണ്. അല്ലെങ്കിൽ ആദ്യം ആൾ വളരെ മോശപ്പെട്ട ആളായിരുന്നു, ഇപ്പൊ അദ്ദേഹത്തിന്റെ സ്വഭാവമൊക്കെ വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ചുറ്റുപാടുള്ള ആളുകളും അദ്ദേഹത്തിന്റെ എൻവയോൺമെന്റ് ഒക്കെ മാറിയപ്പോൾ അദ്ദേഹത്തിന്റെ ഐഡിയാസിലും തോട്ട്സിലും അതുപോലെ അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലൊക്കെ ഒരുപാട് മാറ്റം വന്നു. അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബിഹേവിയേഴ്സ് ഒക്കെ നമുക്ക് ഒരു പരിധി വരെ മാറ്റാൻ പറ്റുമെന്നാണ്. ഇനി അടുത്തത്, ഇങ്ങനെയൊക്കെയാണെങ്കിലും ചില ബിഹേവിയേഴ്സ് എപ്പോഴും ഒരേപോലെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, ഇപ്പൊ നമ്മുടെ ഒരു വല്യമാരൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും ഇവരിപ്പോഴും 90-ത്തെ ചിന്താഗതിക്കാരാണ്. അവരുടെ അഭിപ്രായം കേട്ടാൽ നമുക്ക് തോന്നും അവരിപ്പോഴും ജീവിക്കുന്ന കാലഘട്ടത്തിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത്, അവരുടെ ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു, അവരുടെ വിചാരങ്ങൾ എന്തൊക്കെയായിരുന്നു, അതേപോലെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അപ്പോൾ ചില ബിഹേവിയേഴ്സ് അതിപ്പോഴും സ്റ്റേബിൾ ആയിട്ട് എങ്ങനെ നിൽക്കുന്നതാണ്. അപ്പൊ ഇനി 9ാമത്തെ പോയിന്റ് പറയുന്നത്, ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ലേ, ഇതൊക്കെ ഒക്കെപ്പാടെ ഇതിന്റെ എല്ലാം മിക്സ് ആണ്. അതുപോലെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മിക്സ് ആയ ഒന്നാണ് എന്നാണ് 9ാമത്തെ സവിശേഷത. അപ്പോൾ ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് സൈക്കോളജിയുടെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് എന്താണ്. ആദ്യം സൈക്കോളജി എന്ന പദം, അതിനെ കുറിച്ചാണ് ആദ്യമായിട്ട് പറയുന്നത്. സൈക്കോളജി എന്നാൽ സൈക്കി ലോഗോസ് എന്ന് പറയുന്ന രണ്ട് പദങ്ങളിൽ നിന്ന് വന്നതാണ്. അപ്പോൾ സൈക്ക് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? സൈക്ക് എന്ന വാക്കിന്റെ അർത്ഥം സോൾ അല്ലെങ്കിൽ ബ്രത്ത് എന്നാണ്, നമ്മുടെ ആത്മാവ് എന്നൊക്കെയാണ് അർത്ഥം. ലോഗോസ് എന്ന് പറഞ്ഞാൽ നോളേജ് അല്ലെങ്കിൽ സ്റ്റഡി, നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുക, അതാണ് ലോഗോസ് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ നമുക്കറിയാം ഈ സൈക്കോളജി എന്നത് 19ാം നൂറ്റാണ്ടിന്റെ പകുതി വരെ അതൊരു ഇൻഡിപെൻഡന്റ് ഡിസിപ്ലിൻ ആയിരുന്നില്ല. പിന്നെ അത് 1879-ലാണ് സൈക്കോളജി ഒരു ഇൻഡിപെൻഡന്റ് ഡിസിപ്ലിൻ ആയിട്ട് മാറിയത്. 1879 എങ്ങനെയാണ് സൈക്കോളജി ഒരു പുതിയൊരു ശാഖയായി മാറിയത്? ജർമ്മൻ പ്രൊഫസറായ വില്യം വുണ്ട് എന്ന് പറയുന്ന ആള് ജർമ്മനിയിലെ ലെപ്സിക് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ട് ഒരു സൈക്കോളജി ലബോറട്ടറി സ്ഥാപിക്കുകയുണ്ടായി. അതിനുശേഷമാണ് സൈക്കോളജി ഒരു ശാഖയായിട്ട് മാറിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വില്യം വുണ്ടിനെ സൈക്കോളജിയുടെ ഫൗണ്ടർ എന്ന് പറയാൻ പറ്റുന്നതാണ്. അദ്ദേഹം മൈൻഡിന്റെ സ്ട്രക്ചറിനെ കുറിച്ച്, അതുപോലെ അതിന്റെ പ്രോസസ്സ് എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള, അതുപോലെ സെൻസേഷൻ, തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ട് അവിടെ പഠനം നടത്തുകയുണ്ടായി. ഇനി അടുത്ത് പറയാൻ പോകുന്നത് സൈക്കോളജി ആസ് എ സയൻസ് എന്ന നിലയ്ക്ക് സൈക്കോളജിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണ് സയൻസ്? കൃത്യമായ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ കിട്ടിയിട്ടുള്ള വിവരങ്ങൾ, അറിവുകളൊക്കെ ക്രമീകരിച്ചു കൊണ്ട് ഓരോ കാര്യങ്ങൾ കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ സൈക്കോളജി ഒരു സയൻസ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സൈക്കോളജി സയൻസ് ആവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രത്യേകതകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയുന്നത്, ഒന്നാമത്തേത് എംപിരിക്കൽ ഒബ്സർവേഷൻ ആണ്. എന്താണെന്ന് പറഞ്ഞാൽ ഈ സൈക്കോളജിയിലുള്ള കാര്യങ്ങൾ അത് ആരുടെയെങ്കിലും വാദോ അല്ലെങ്കിൽ ചില ആളുകളുടെ വിശ്വാസമോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല. അത് നിരീക്ഷിച്ചും പരീക്ഷിച്ചും കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തതാണ്.
അതുകൊണ്ടാണ് അതിനെ എംപിരിക്കൽ ഒബ്സർവേഷൻ, അതൊരു സൈക്കോളജിയുടെ പ്രത്യേകതയാണ്. ഇനി അടുത്തത് സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആൻഡ് തിയറി. ഇത് എന്തെങ്കിലും ഒരു നിരീക്ഷണ പരീക്ഷണം നടത്തിയിട്ട് ഒരു കാര്യം കണ്ടെത്തിയതല്ല, അതിനൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഉണ്ട്. അതായത് ആദ്യം ഒരു കാര്യത്തെ ഒബ്സർവ് ചെയ്യുന്നു, അതിനുശേഷം ഡാറ്റ കളക്ട് ചെയ്യുന്നു, അനാലിസിസ് ചെയ്യുന്നു, ഇന്റർപ്രറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയ ഒരു പ്രോസസ്സിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അതൊരു സയൻസിന്റെ പ്രത്യേകതയാണ്, അത് ഈ സൈക്കോളജിക്ക് ഉണ്ട്. ഇനി അടുത്തത് മെഷർമെന്റ്. നമ്മൾ ലെങ്ത് ഹൈറ്റ് ഒക്കെ അളക്കുന്നത് പോലെ സൈക്കോളജിയിലും മെഷർമെന്റ്സ് ഉണ്ട്. ഇപ്പം ഇന്റലിജൻസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അളക്കുന്ന ഒരു രീതി സൈക്കോളജിയിലുമുണ്ട്. അപ്പം അതുകൊണ്ട് അതും ഒരു സയൻസിന്റെ പ്രത്യേകതയാണ്, അത് സൈക്കോളജിക്കുണ്ട്. പിന്നെ ഡെഫിനിഷൻ ഓഫ് ടേംസ്. സൈക്കോളജിയിൽ ഓരോ ടേംസിനും ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മോട്ടിവേഷൻ, പേഴ്സണാലിറ്റി, ഇതൊക്കെ അതുപോലെ ഇന്റലിജൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനെ അളക്കാൻ പറ്റുന്ന രൂപത്തിൽ, മെഷർ ചെയ്യാൻ പറ്റുന്ന, ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അതിനൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇനി അപ്പോൾ എന്നാൽ ഈ സൈക്കോളജിയിൽ എല്ലാ കാര്യങ്ങളും മറ്റുള്ള സയൻസുകളെ പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് മെഷർ ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഉദാഹരണം ഒരാളുടെ ധൈര്യം, അതുപോലെ ലവ്, ഫ്രണ്ട്ഷിപ്പ്, ബ്യൂട്ടി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, മെഷർ ചെയ്യാൻ കഴിയില്ല. അപ്പം മറ്റുള്ള സയൻസുകളെ പോലെ അത്രയ്ക്ക് ആക്യൂർ അല്ല ഈ സൈക്കോളജി എന്ന് പറഞ്ഞാൽ. പിന്നെ മറ്റുള്ള സയൻസുകളൊക്കെ മനുഷ്യന്റെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ സൈക്കോളജി പഠിക്കുന്നത് മനുഷ്യന്മാരെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ സൈക്കോളജി വേറെ തരത്തിലുള്ള ബിഹേവിയറൽ സയൻസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ സൈക്കോളജി എന്നത് ഈ സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ ബിഹേവിയറൽ സയൻസിന്റെ കീഴിൽ വരുന്ന ഒരു യങ്ങസ്റ്റ് സയൻസ് ആണ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കീഴിൽ ഈ സോഷ്യൽ സയൻസിന്റെ കീഴിൽ വരുന്ന മറ്റുള്ള സയൻസുകളാണ് ആന്ത്രപ്പോളജി, എക്കണോമിക്സ്, എഡ്യൂക്കേഷൻ, ജിയോഗ്രഫി, ഹിസ്റ്ററി, ലിംഗ്വിസ്റ്റിക്, സോഷ്യോളജി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ മറ്റൊരു സയൻസ് ഫിസിക്കൽ സയൻസ് ആണ്, അതിന് കീഴിൽ വരുന്നത് ഫിസിക്സ്, കെമിസ്ട്രി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ബയോളജിക്കൽ സയൻസ് അല്ലെങ്കിൽ ലൈഫ് സയൻസ്, അതിൻ്റെ കീഴിൽ വരുന്നത് ബയോളജി, ബോട്ടണി, സുവോളജി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളത് സൈക്കോളജി എന്നത് സയൻസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി അത് ആർട്ടാണോ എന്നതാണ് അവസാനമായിട്ട് നമ്മൾ പറയാനുള്ളത്. അപ്പോൾ ആദ്യം ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അടുത്ത് കുറച്ച് അറിവുകളുണ്ട്. അപ്പോൾ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ആ അറിവുകളെ ആ പ്രശ്നത്തിൽ അപ്ലൈ ചെയ്യുന്നതിനാണ് ആർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സൈക്കോളജിയിൽ നടക്കുന്നുണ്ട്. മനുഷ്യന്മാർക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ സൈക്കോളജിയിൽ പരീക്ഷിച്ച് കണ്ടെത്തിയിട്ടുള്ള ചില നിയമങ്ങൾ അതവിടെ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നു. അപ്പോൾ ഈ സൈക്കോളജി ഒരു ആർട്ട് കൂടിയാണ്. അപ്പോൾ സൈക്കോളജിയെ നമുക്ക് ആർട്ട് എന്നും സയൻസ് എന്നും കണക്കാക്കാവുന്നതാണ്. ഇതോടുകൂടെ നമ്മുടെ ക്ലാസ് അവസാനിച്ചു. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഈ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. താങ്ക് യു.